പാലക്കാട് കൊടുവായൂരിൽ ലോട്ടറി തൊഴിലാളിയുടെ ടിക്കറ്റുകൾ തട്ടിയെടുത്തു. കൊടുവായൂർ സ്വദേശി മുരളീധരന്റെ കൈവശമുണ്ടായിരുന്ന 74 ടിക്കറ്റുകളാണ് തട്ടിയെടുത്തത്. കബളിപ്പിക്കാനായി പഴയ ടിക്കറ്റിന്റെ കെട്ടും നൽകി. പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പിശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാലക്കാട് കൊടുവായൂരിലാണ് വളരെ ക്രൂരമായ ഒരു സംഭവം നടന്നത്. 74 ടിക്കറ്റുകൾ ഒരാളിൽ നിന്നും തട്ടിയെടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗം രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് ഒരു ഭാഗം തളർന്ന കൊടുവായൂർ സ്വദേശി മുരളീധരന്റെ പക്കൽ നിന്നാണ് ആദ്യം ലോട്ടറി വാങ്ങാനെന്ന വ്യാജേന ലോട്ടറി വാങ്ങുകയും 4 ടിക്കറ്റുകൾക്ക് പണം നൽകി ബാക്കി 74 ടിക്കറ്റുകളും കബളിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് മുരളീധരൻ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇത് എന്ന ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് ഇത് ഇങ്ങനെ പറ്റിപ്പോയത്? 14-ാം തീയതി സംഭവം ഉണ്ടായി. 4 ടിക്കറ്റ് മറ്റേ മേലെ വെച്ചു, 74 ടിക്കറ്റ് അടിയിൽ വെച്ചു. അടിയിൽ വെച്ചിട്ട് ഞാൻ പണം എടുക്കാൻ പോകുമ്പോൾ ടിക്കറ്റ് മാറ്റി, അത് അറിഞ്ഞില്ല. അപ്പൊ അയാള് ആദ്യം 4 ടിക്കറ്റ് മേടിച്ചോ? പൈസ തന്നു? അതിന് പൈസ തന്നോ? അതെ, പൈസ തന്നു. 200 രൂപ തന്നു. അത് ബാഗ് നോക്കിയതും അത് മാറ്റി. 200 രൂപയിൽ 4 ടിക്കറ്റിനാകുമ്പോൾ 160 രൂപ എടുത്ത് ബാക്കി 40 രൂപ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അതെ, അത് ശ്രമിക്കുമ്പോ അടിയിൽ പഴയ ടിക്കറ്റ്. ഇത് ആരാണ്? ഇവിടെയുള്ള നിങ്ങൾക്ക് മുമ്പ് കണ്ടുപരിചയമുള്ള ആളുകളോ അങ്ങനെ വല്ലതും ആണോ? ഇല്ല 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 ആദ്യമായിട്ടാണ് ആ ടിക്കറ്റ്? അതെ അതെ അതെ, നീല ആക്റ്റീവ. ഇതാണ് അവസ്ഥ. നമുക്ക് വീട്ടുകാരോട് കൂടി ചോദിക്കാം. ഇത് എങ്ങനെ അറിഞ്ഞ? ഇതിപ്പോൾ ഇവര് 4 മണിക്ക് പോയതായിരുന്നു, കച്ചവടത്തിന് പറഞ്ഞ് പോയതും അപ്പം തന്നെ ഇവർ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ശരി എന്താ തിരിച്ചു വന്നിരിക്കുന്ന പറയുമ്പോഴാണ് എൻ്റെ ലോട്ടറി മുഴുവൻ അവർ അടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞത്. ഇതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ അവർ 2000 രൂപ ലോട്ടറിയിൽ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവരുടെ ലോട്ടറി കൊണ്ട് കൊടുത്ത് ആ ടിക്കറ്റ് അവർ വന്നിട്ട് 2000 രൂപ അടിച്ചിട്ട് ഞങ്ങൾ കടയിൽ കൊണ്ടുപോയി ഇത് മാറ്റിക്കോളിയും പറഞ്ഞിട്ട് ഇവരിനോട് ആ പൈസ മേടിച്ചിട്ട് ടിക്കറ്റിന് കൊടുത്തിട്ട് പോയി. പക്ഷെ അതിൽ നമ്പർ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമ്പർ കറക്റ്റ് തന്നെയാണ്. പക്ഷെ ലോട്ടറി കടയിൽ കൊണ്ട് നോക്കുന്ന സമയത്ത് ആ നമ്പറിൽ വേറെ ഒരു ഇത് തിരുത്തിയിരിക്കണം. ഏജൻസിയുടെ അടുത്ത് 80 ടിക്കറ്റ് ആണ് വെക്കുന്നത്. അപ്പൊ അവരെന്തെങ്കിലും സഹായിക്കാന്ന് പറഞ്ഞു? ഇപ്പൊ അതിന്റെ പൈസ എങ്ങനെയാ പറഞ്ഞത്? ഇല്ല, അവരൊന്നും സഹായിക്കാന്നൊന്നും കൊടുക്കുക തന്നെ വേണം. അതാണ് വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. 74 ടിക്കറ്റുകളുടെ പണമാണ് അദ്ദേഹം ആ പണം ഈ പഴയ ടിക്കറ്റ് നൽകി അത് കബളിപ്പിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഇതിൽ നിന്ന് വരുമാനമാണ് കണ്ടെത്തേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പണം ഏജൻസിക്ക് കൊടുക്കേണ്ട ഒരു ബാധ്യത കൂടി ഇദ്ദേഹത്തിന് വന്നിരിക്കുകയാണ്. സംഭവത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും പോലീസ് വേഗത്തിൽ തന്നെ ഇതിന്റെ പ്രതിയെ കണ്ടെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.